السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുകയും ആ പവിത്രമായ ജന്മത്തിന്റെ സമയത്ത് നടന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകൾ നമ്മൾ സംസാരിച്ചു. ലോകം കാത്തിരുന്ന പ്രവാചകൻ അത്രമേൽ വിശേഷണങ്ങളും അത്ഭുതങ്ങളും ആ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തു തന്നെ ലോകം ദർശിക്കുകയുണ്ടായി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബീവിയായ ഹലീമ റളിയല്ലാഹു അൻഹ കൊണ്ടുപോയതിൽ പിന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ബീവിയിലും അവിടുത്തെ കുടുംബത്തിലും ആ ഗോത്രത്തിലും കണ്ടു എന്നും നല്ല സുഗന്ധം ആ വീട്ടിലും പരിസരങ്ങളിലും പരന്നുവെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ സഅദ ഗോത്രത്തിൽ ഹലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റാനും വളർത്താനും അവിടുത്തേക്ക് വേണ്ട പരിചരണങ്ങൾ നൽകാനുമുള്ള സൗഭാഗ്യം ചെയ്തു കൊടുക്കുകയായിരുന്നു. പക്ഷേ ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4-5 വയസ്സു പ്രായമുള്ളപ്പോ കളിക്കൂട്ടുകാരന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയം അല്ലാഹുവിന്റെ മലായികത്തുകൾ വരികയും
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം കീറി അതിൽ നിന്ന് ശൈത്താന്റെ ഒരു ഹെള്ളെടുത്ത് മാറ്റുകയും ചെയ്ത ആ സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 വയസ്സു പ്രായമുള്ള സമയം, അതല്ലെങ്കിൽ 5 വയസ്സു പ്രായമുള്ള സമയമാണെന്നും കാണാം. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടെന്ന് ആക്കിയതിൽ പിന്നെ അവിടുത്തെ ജീവിതം ഉമ്മയോട് കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏറെ കാലമെന്നു പറയൽ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 വയസ്സായപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഉമ്മയാകുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹയെ തിരിച്ചേൽപ്പിച്ചു. 4-ാമത്തെ വയസ്സിലാണെന്നും അഭിപ്രായമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ പിന്നെ 6 വയസ്സുവരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മയോട് കൂടെയാണ് താമസിച്ചത്, ജീവിച്ചത്. അങ്ങനെ 6-ാമത്തെ വയസ്സിൽ ഉമ്മയോടുകൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുള്ള അവിടുത്തെ അമ്മാവന്മാരാകുന്ന ഉമ്മയുടെ ഇളങ്ങ മൂത്തങ്ങയൊക്കെയുള്ള ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കലേക്ക് ഒരു യാത്ര പോവുകയാണ്. കൂടെ മഹദിയാം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തായി അവിടുത്തെ സേവകയായി അന്നേ ഉള്ളവരാണ് മഹദിയാം ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അദി ഇബ്നു നജ്ജാറിന്റെ മക്കളിൽപ്പെട്ട നാബിഗത്തിന്റെ വീട്ടിൽ താമസിക്കുകയും ഈ സമയം മഹദിയായ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് 2 ജൂതന്മാരാകുന്ന ആളുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞുകൊണ്ട് വരികയും, എവിടെ അഹ്മദ്, അഖ്രിജി ലനാ അഹ്മദ, ഞങ്ങൾക്ക് അഹ്മദ് എന്ന കുട്ടിയൊന്ന് കാണിച്ചു തരി, ഇങ്ങ് പുറത്തേക്ക് കൊണ്ടുവരൂ എന്നു പറഞ്ഞുകൊണ്ട് 2 ആളുകൾ വരികയും, ആ വന്ന ആളുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ ചെറിയ കിടാവിനെ തിരിച്ചും മറിച്ചും പരിശോധിച്ചതിൽ പിന്നെ അവര് പറയുന്ന വാക്ക്, ഹാദാ നബിയ്യു ഹാദിഹിൽ ഉമ്മ ഹാദിഹി ദാറു ഹിജ്റതിഹി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്? ഈ കുട്ടി, ആ കുട്ടിയെ പറ്റി പറയുന്നത് ഇത് ഈ ഉമ്മത്തിലേക്കുള്ള നബിയാണ് എന്നു മാത്രമല്ല, ഇത് ആ കുട്ടിയുടെ ഹിജ്റയുടെ നാടാണ്. കഴിഞ്ഞില്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം, വസയകൂനു ബിഹാദിഹിൽ ബൽദതി മിനൽ ഖത്ലി വസ്സബി അംറുൻ അദീം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാട്ടിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ അറസ്റ്റ് നടത്തി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും വരാനിരിക്കുന്നു എന്ന് ആ ജൂതന്മാരായ ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുവന്നു മഹദിയാം ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ അമ്മാവന്മാരുടെ കൂടെ അവരുടെ അടുക്കൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ജൂതരിങ്ങനെ ഇടയ്ക്ക് എന്നെങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, എന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ആരുമില്ലാത്ത സമയം എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, അല്ല മോനെ, യാ ഗുലാമു മസ്മുക,
ഓ കിടാവേ, നിന്റെ പേരെന്താണ്? അയാൾ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പേര് അഹ്മദ് എന്നാണ്. ആ സമയത്ത് അയാൾ എന്റെ മുതുകിലേക്ക് നോക്കിയിട്ട് അതിന്റെ ശേഷം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: ഈ കുട്ടി ഈ സമുദായത്തിന്റെ നബിയാണ്, ഈ സമുദായത്തിലുള്ള റസൂലാണ്. ഹാദാ നബിയ്യുൻ നബിയ്യു ഹാദിഹിൽ ഉമ്മ എന്ന് അവിടുന്ന് അയാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായി എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുന്ന സമയം അവിടുന്ന് പറയുന്നു, ആ വിഷയം എന്റെ അമ്മാവന്മാര് ഉമ്മയോട് ചെന്ന് പറഞ്ഞ സമയം എന്റെ ഉമ്മാക്ക് പേടിയായി. ഉടനെ മദീനയിൽ നിന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. ആ മടങ്ങിയുള്ള യാത്രയില്, ആ മടങ്ങി വരവിലാണ് അബവാ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അന്നവർക്ക് മഹദിയാം ആമിന ബീവിക്ക് 20 വയസ്സു മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ്. വഫാത്താകുന്ന സമയത്ത് ബീവി ആമിന റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 20. നോക്കൂ നിങ്ങൾ, പിന്നീട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അവിടുത്തെ നോക്കുന്നത് അവിടുത്തെ ഉപ്പാന്റെ ഉപ്പയാകുന്ന അജ്ജയാകുന്ന അബ്ദുൽ മുത്തലിബാണ്. സുബ്ഹാനല്ലാഹ്, അബ്ദുൽ മുത്തലിബിന്റെ തണലിലായി കുറെ കാലം, ദീർഘമെന്നു പറയാനില്ല, ഒരു 2 വർഷത്തിന്റെ അടുക്കൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുകയാ. ആ സമയത്തും പല അത്ഭുതങ്ങളും. യാ റബ്ബ് യാ അല്ലാഹ്, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, ഹൈദത്ത് ബിൻ മുആവിയ എന്നവര് പറയാണ്, അതാ ഒരിക്കൽ ജാഹിലിയ കാലത്ത് ഹൈദത്ത് ബിൻ മുആവിയ എന്നവര് കഅബൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ആൾ, അയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോ അവിടുന്ന് അറിയാൻ പറ്റിയത് അത് അബ്ദുൽ മുത്തലിബാണ്. ആ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കഅബാലയത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നത് കേൾക്കുകയാണ്. റുദ്ദ ഇലയ്യ റാകിബി മുഹമ്മദാ യാ റബ്ബി റുദ്ദഹു വസ്തനി ഇന്ദി യദാ. എന്താണ് അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന? അല്ലാഹുവേ, എന്റെ വാഹനമാകുന്ന മൃഗത്തെയും അവിടുത്തെ ഒട്ടകത്തിനെയും മുഹമ്മദ് എന്ന കുട്ടിയെയും നീ തിരിച്ചു നൽകണേ അല്ലാ. നീ എനിക്ക് സ്വാധീനമുണ്ടാക്കി തരണേ അല്ലാ. ഈ പ്രാർത്ഥനയാ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് അവിടുന്ന് നടത്തുന്നത്. കാരണം അന്വേഷിച്ചപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒട്ടകങ്ങളെ വല്ലപ്പോഴും കാണാണ്ടായാൽ അവിടുന്ന് അവിടുത്തെ മക്കളെ പറഞ്ഞേക്കാറാണ്. മക്കളെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല എന്നു കണ്ടാൽ അവിടുത്തെ പേരക്കിടാവാകുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആ കുട്ടിയെ പറഞ്ഞേക്കാറാണ്. ആ കുട്ടിയെ പറഞ്ഞയച്ചാൽ അധികം വൈകാതെ ആ കുട്ടി ആ മൃഗങ്ങളുമായി തിരിച്ചു വരല് പതിവാ. ഈ വിഷയങ്ങളെല്ലാം അന്വേഷിച്ചു നിൽക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ആ കാണാണ്ടായ ഒട്ടകത്തിനെയും കൂട്ടിയിട്ട് കുട്ടിയാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വഫാത്തിന്റെ സമയമായി.
ആ വഫാത്ത് അടുത്ത സമയത്ത് അവിടുത്തെ മകനാകുന്ന അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എനിക്ക് മുഹമ്മദ് എന്നവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നിനക്കറിയാമല്ലോ. ആ കുട്ടിയുടെ കാര്യത്തിൽ നീ എങ്ങനെയാണ് എന്നെ ശ്രദ്ധിക്കുക? അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറയൂ എന്നു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവര് പറഞ്ഞത്, ഉപ്പാ, മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമേതുമില്ല ഉപ്പാ. ആ കുഞ്ഞ് എന്റെ സഹോദരന്റെയും എന്റെയും കുട്ടിയാണ്. യാ അബതി ലാ തുസ്രി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ഇബ്നി വബ്നു അഖീ. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരുടെ വാക്കാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സ് പ്രായമുള്ള സമയത്താണ് അബ്ദുൽ മുത്തലിബ് എന്നവര് വഫാത്താകുന്നത്. അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോ ആ കട്ടിലിന്റെ ചാരക്കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് ഹബീബായ മുത്തുനബിയാകുന്ന ആ 8 വയസ്സുള്ള കുട്ടി അവിടുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹദിയായ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടേ. ഹബീബായ മുത്തുനബിയെ പിന്നീട് സംരക്ഷിച്ചത്, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഫാത്തായതിൽ പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അവിടുത്തെ അജ്ജയാണ് നോക്കിയത് 2 വർഷക്കാലം. അജ്ജയുടെ മൗത്തോടുകൂടെ അതാ അവിടുത്തെ ഉപ്പാന്റെ മൂത്തോനാകുന്ന ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്നത്. അബൂ ത്വാലിബിന്റെ അടുക്കൽ താമസിക്കുന്ന സമയത്തും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വല്ലാതെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവർ. അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവരെയും കൂട്ടിയിട്ട് മുത്തുനബിയെയും കൂട്ടിയിരുന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അവിടുന്ന് പറയും, മുഹമ്മദ് കൂടെ ഇരുന്നാൽ എല്ലാവർക്കും വയറ് നിറയും, ഇല്ലെങ്കിലോ ചിലപ്പോൾ മതിയാകാതെ വന്നു. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നകല മുബാറക്കുൻ. ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വല്ലാതെ ബറക്കത്തുള്ള ഒരാൾ തന്നെയാണ്. കാരണം അവിടുന്ന് കൂടെ ഇരുന്നാൽ ആ ഭക്ഷണത്തിൽ വല്ലാത്ത വിശാലതയാണ്. സുബ്ഹാന റബ്ബി. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ എന്നവര് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ജുൽഹുമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ മക്കയിൽ വല്ലാത്ത വരൾച്ച, ആ പ്രയാസത്തിന്റെ സമയം ആളുകളെല്ലാം വന്നുകൊണ്ട് ഖുറൈശികൾ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിനോട് വിഷയം പറഞ്ഞു. യാ അബാ ത്വാലിബ്, താഴ്വരകളിൽ വരൾച്ച ബാധിച്ചിരിക്കുന്നു, വല്ലാത്ത പ്രയാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്. യാ അബാ ത്വാലിബിൻ അഖ്ഹതൽ വാദി വഅജ്ദബൽ ഇയാലു ഫഹലുമ്മ ഫസ്തസ്ഖീ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടിയാലും. ബഹുമാനപ്പെട്ട ജുൽഹുമ തങ്ങൾ പറയാണ്, അബൂ ത്വാലിബ് എന്നവര് കഅബാലയത്തിന്റെ ചാരത്തേക്ക് നടക്കുകയാണ്. കൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കുട്ടിയും കൂടെയുണ്ട്. കറുത്ത മേഘങ്ങളിൽ രൂപപ്പെട്ട ഇരുണ്ട ദിവസമുദിച്ച സൂര്യനെ പോലെ എന്നു പറഞ്ഞാൽ
മോട നീങ്ങി നിൽക്കുമ്പോ അതിന്റെ ഇടയിലൂടെ സൂര്യനെ കണ്ടാൽ അതിന്റെ പ്രകാശം ഇങ്ങനെ അടിച്ചു വീഴും എന്ന് പറഞ്ഞതുപോലെ വല്ലാത്ത പ്രകാശം തോന്നിപ്പിക്കുന്ന ഒരു കിടാവും അബൂ ത്വാലിബിന്റെ കൂടെയുണ്ട്. ആ കിടാവല്ലാണ്ട് വേറെയും കിടാങ്ങളുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവര് ആ കുട്ടിയെ അങ്ങ് അവിടുത്തെ ചുമല് കഅബാലയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതാ വളരെ ഭവ്യതയോടുകൂടെ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹുവിനോട് മഴയെ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്നു പറയാം. ഒരു മേഘക്കീറുമില്ലാതിരുന്ന ആകാശം, ഒരു മോടയും കാണാണ്ടിരുന്ന ആകാശത്ത് അതാ മേഘങ്ങളങ്ങ് ഇരുണ്ടു കൂടുകയാണ്, മഴയങ്ങ് പെയ്യുകയാണ്, താഴ്വരകളിൽ പൂക്കൾ വിരിയുകയാണ്, കാടുകളിൽ വേണ്ടാത്ര വെള്ളം കിട്ടുകയാണ്, ആറുകൾ നിറയുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കിടാവ്, ആ കിടാവിന്റെ ചെറുതിലേ ഉള്ള അവിടുത്തെ ജീവിതത്തിൽ കണ്ട അത്ഭുതങ്ങളാണ് എന്നു മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവര് തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനും എന്റെ സഹോദരന്റെ മകനാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അറഫയിൽ നിന്ന് ഒരു ഫർസഖ് ദൂരം അപ്പുറം ഉള്ള ജാഹിലിയ കാലത്തൊരു ചന്തയുണ്ടായിരുന്നു. എന്താണ് ആ ചന്തയുടെ പേരെന്നറിയുമോ? ദുൽമജാസിൽ എന്ന് പറയുന്ന ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു ചന്ത. ആ ചന്തയിലേക്ക് അവിടെ പോയി നിൽക്കുമ്പോ എനിക്ക് വല്ലാതെ ദാഹിക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടിയോട് പറഞ്ഞു, എന്റെ സഹോദരന്റെ കിടാവേ, എന്റെ സഹോദരപുത്ര, എനിക്കു ദാഹിക്കുന്നു. കുട്ടിയുടെ അടുത്ത് ഒന്നുമില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സിന്റെ പ്രയാസം അതൊന്നു തുറന്നു പറഞ്ഞതാ. ഇത് പറഞ്ഞ സമയത്ത് കുട്ടിയതാ ആ യാത്രാ മൃഗത്തിന്റെ പുറത്ത് ഇറങ്ങാൻ വേണ്ടി കാൽ മടക്കുകയും ശേഷം നിലത്തിറങ്ങുകയും എന്നിട്ട് അവിടുന്ന് ചെയ്ത അതാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതാ യാ ഉമ്മു അഅതിഷ്താ, ഓ മൂത്താപ്പ, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? അബൂ ത്വാലിബ് എന്നവര് പറഞ്ഞു, അതെ എന്ന് പറയേണ്ട താമസം ആ കുട്ടി മുട്ടുമടക്കി അതാ മടമ്പുകൊണ്ട്, കാലിന്റെ മടമ്പുകൊണ്ട് ഭൂമിയിലേക്കൊരു ആംഗ്യം കാണിച്ചു. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് വെള്ളം ഉറവ പൊട്ടുകയാണ്. ഹബീബായ തങ്ങള് കാലിന്റെ മടം പടിച്ച സ്ഥലത്ത് വെള്ളം വരികയാണ്. അബൂ ത്വാലിബ് എന്നവർ വെള്ളം കുടിച്ചു, ആ ആവശ്യത്തിന് കുടിച്ചു. ശേഷം അവിടെ തന്നെ കാലുകൊണ്ടടിച്ചപ്പോ ആ വെള്ളം നിന്നുപോയി. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുകയാണ്. എന്നു മാത്രമല്ല, ബഹുമാനപ്പെട്ട അബൂ നുഐം എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം, അംർ ഇബ്നു സഈദ് എന്നവർ പറയുന്നുണ്ട്, ഒരിക്കൽ അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് കച്ചവടാവശ്യത്തിന് വേണ്ടിയിട്ട് 2 ജൂതന്മാര് വന്നു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തേക്ക് വരികയാണ്. ഹബീബായ മുത്തുനബിയെ കണ്ട സാധുക്ക് അവരതാ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. യാ റബ്ബ് യാ അല്ലാഹ്, എന്തൊരവസ്ഥ! അബൂ ത്വാലിബിന് കാര്യം മനസ്സിലായി, എന്തോ സംഭവം ഉണ്ട്. അബൂ ത്വാലിബ് എന്നവര് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ചെന്ന് ഇന്നാലിന്ന സ്ഥലത്ത് പോയിട്ട് നേരത്തെ ഇവിടെ കണ്ട ആളുകളുടെ അടുക്കലേക്ക് പോവുക. നിന്റെ കൈ മറുകൈയിൽ അടിച്ച് ഇങ്ങനെ വിളിച്ചു പറയണം, ഞാനൊരു അത്ഭുതം കണ്ടിരിക്കുന്നു, വല്ലാത്ത അത്ഭുതമാ.
എന്നവരോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ പറഞ്ഞേക്കുകയാണ്. ആ സമയത്ത് അവരുടെ മറുപടി എന്താണെന്ന് നിങ്ങൾ നോക്കണമെന്നാ പറഞ്ഞത്. അങ്ങനെ അബൂ ത്വാലിബ് അയച്ച ആ മനുഷ്യൻ ചെന്നു. അവിടെ അതുപോലെ പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അയ്യു അജബിൻ റഅയ്ത ഖദ് റഅയ്നാ നഹ്നു അഅജബ മിമ്മാ റഅയ്ത. നിങ്ങൾ എന്ത് അത്ഭുതം കണ്ടു എന്നാ പറയുന്നത്? നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് ആ അത്ഭുതമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി അറിയുമോ? റഅയ്ന സാഅത മുഹമ്മദൻ യംശി അലാ വജ്ഹിൽ അർദ്. അതാ ഭൂമുഖത്തൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഹബീബായ മുത്തുനബിയെ കണ്ടതിലാണ് അവര് പേടിച്ചത്. കാരണം എന്താണ്? അവര് ഗ്രന്ഥങ്ങളിൽ നോക്കി മനസ്സിലാക്കിയവരാണ്, കാത്തിരുന്ന പ്രവാചകരാണ്, വരാനിരിക്കുന്ന നബിയാണ്. പല വേദങ്ങളും മാറ്റിമറിക്കപ്പെട്ടു. പക്ഷേ സകല വേദങ്ങളും എല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞു വന്ന വിഷയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വരവിനെ കുറിച്ചും അവിടുന്ന് ഈ ലോകത്തേക്ക് സമ്മാനിക്കുന്ന സത്യവിശ്വാസത്തെക്കുറിച്ചും നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് പലരും കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത്, പലരും വിളിച്ചു പറയുന്നത്, പല അത്ഭുതങ്ങളും ലോകം കാണുന്നത്. ആ അത്ഭുതങ്ങളും ആ വിഷയങ്ങളും കണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ ഷറഫ് ലോകം അംഗീകരിക്കുകയാണ്, ലോകം അറിയുകയാണ്. അതിൽ പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരോട് കൂടെ ഓരോ യാത്രകൾ പോകുന്നുണ്ട്. ആ യാത്രയിലും പല അത്ഭുതങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് പുറത്തേക്കൊരു യാത്ര പോകുന്നത് ഷാമിലേക്കാണ്. അവിടുത്തെ 12ാമത്തെ വയസ്സിൽ, പിന്നീട് 20-ാം വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, പിന്നീട് 25-ാം വയസ്സിൽ മൈസറത്തിന്റെ കൂടെ. ഈ ഓരോ യാത്രകളിലും പല അത്ഭുതങ്ങളും ആളുകൾ കാണുകയാണ്. യാ റബ്ബി യാ അല്ലാഹ്, അബൂ ത്വാലിബിന്റെ കൂടെ പോകുമ്പോഴാണ് അവിടുന്നതാ പലപ്പോഴും ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാറാണ് പതിവ്. ആ മരച്ചുവട്ടിൽ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഈ കൂടെയുള്ള ബാക്കി ആളുകളെല്ലാം പുരോഹിതന്റെ ഔത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ആ സമയത്ത് അവര് പറയും, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഭക്ഷണം വേണ്ട എന്നാണ് പറയുന്നത്. എവിടെ ആ കുട്ടി, ഞങ്ങൾക്കൊന്ന് കാണണം എന്നാ പുരോഹിതന്മാർ പറയുകയും അവര് പുറത്തുപോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, യാ റബ്ബ് യാ അല്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കുട്ടി ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവര് കാത്തിരിക്കുന്ന പ്രവാചകർ തന്നെയാണ്. കാരണം ആ പ്രവാചകർ ആ മരച്ചുവട്ടിലിരിക്കുമെന്ന് അവർക്കറിയാം. അത്ഭുതം വേറെയും ഉണ്ട്. ആ മരത്തിലെ കൊമ്പുകൾ, ചില്ലകൾ ഇങ്ങനെ താഴ്ന്നു വണങ്ങി നിൽക്കുമാർ ഹബീബായ തങ്ങളിലേക്ക് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നു, തണലിട്ട് കൊടുക്കുന്നു. ചുറ്റുഭാഗങ്ങളിലുമുള്ള ആടുകളും ഒട്ടകങ്ങളും കുതിരകളും അങ്ങനെ തുടങ്ങിയിട്ട് മൃഗങ്ങളെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന കാഴ്ചയാ. ആ സമയത്ത് ആ പുരോഹിതൻ പറയുന്ന വാക്കുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് നിശ്ചയമായും ഇത് പ്രവചനങ്ങളിൽ ഉള്ള പ്രവാചകൻ തന്നെയാണ്, കാത്തിരിക്കുന്ന പ്രവാചകനാണ്, ഈ ഉമ്മത്തിലേക്കുള്ള പ്രവാചകരാണ് എന്ന്
ആ പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തിയത് കാണാം. അബൂ ത്വാലിബ് എന്നവരും ഇങ്ങനെ പല അത്ഭുതങ്ങളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണുകയാണ്. അവിടുത്തെ കുറിച്ച് പല പ്രഖ്യാപനങ്ങളും പല പ്രവചനങ്ങളും അത്തരത്തിൽ കാണാം. ഏതായാലും ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ജീവിതമാ പറയുന്നത്. ആ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയം അതു കാരണം നന്നാവേണ്ടതുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ ജാസ്തിയാക്കി തരണേ അല്ലാ. അവിടുത്തോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. റഹ്മാനെ, ഈ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര്, പല രീതിയിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്. റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം നീ നീക്കി കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിലെല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ. സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും അറിയുന്ന രാജാതിരാജനായ അല്ലാ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിജയിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനേ. നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹബീബായ തങ്ങളുടെ യാത്രകളെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റു ഏടുകൾ, വിവാഹത്തെക്കുറിച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഖൈറിന്റെ അഹലുകാരായിട്ട് മാറുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.